ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് റിവിഷൻ ഡേ ആണ്. നമ്മുടെ റിവിഷൻ ഡേ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റിവിഷൻ ഡേയിൽ നോക്കാനുള്ളത് എന്ന് നോക്കാം. നോട്ട്ബുക്ക് ആയിട്ടിരിക്കാം. ഞാൻ ക്വസ്റ്റ്യൻ പറയും, ഉത്തരം എഴുതിക്കോണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ്. ആരുടെ വാക്കുകൾ? ഉത്തരം എഴുതുക. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. അപ്പോൾ ഉത്തരം എഴുതിയിട്ട് നമ്മൾ അവസാനം ആൻസർ പറയുമ്പോൾ മാർക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് കമന്റ് ഇട്ടോണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പ്രകര്യാത്മക മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആര്? പ്രകര്യാത്മക മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആര്? പ്രകര്യാത്മക മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആര്? അടുത്തത്: സമഗ്രതാ മനഃശാസ്ത്രം ജർമ്മനിയിൽ രൂപം കൊണ്ട വർഷം ഏതാണ്? സമഗ്രതാ മനഃശാസ്ത്രം ജർമ്മനിയിൽ രൂപം കൊണ്ട വർഷം ഏതാണ്? അടുത്തത്: മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്തത് ആര്? മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്തത് ആര്? അടുത്ത ക്വസ്റ്റ്യൻ: മാനസിക അപഗ്രഥനത്തിന്റെ മറ്റൊരു പേര്. മാനസിക അപഗ്രഥനത്തിന്റെ മറ്റൊരു പേര്. കൊഗ്നിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൊഗ്നിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടുത്തത്: നാഡീവ്യവസ്ഥയുടെ സ്വഭാവം ആശ്രയിച്ചാണ് മനുഷ്യരുടെ ചിന്ത വികാരം ഉണ്ടാകുന്നത്. ഈ സമീപനത്തിന് ആധാരം എന്താണ്? നാഡീവ്യവസ്ഥയുടെ സ്വഭാവം ആശ്രയിച്ചാണ് മനുഷ്യരുടെ ചിന്ത വികാരം എന്നിവ ഉണ്ടാകുന്നത്. ഈ സമീപനത്തിന് ആധാരം എന്താണ്? 21ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഏറ്റവും പുതിയ സമീപനം. 21ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഏറ്റവും പുതിയ സമീപനം ഏതാണ്? അടുത്തത്: മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഘടനാവാദത്തിന്റെ മറ്റൊരു പേര് എന്താണ്? ഘടനാവാദത്തിന്റെ മറ്റൊരു പേര് എന്താണ്? സംവേദനത്തിന് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര വിഭാഗം ഏത്? സംവേദനത്തിന് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര വിഭാഗം ഏത്? സംവേദനത്തിന് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര വിഭാഗം ഏത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു ഡാഷ് മനഃശാസ്ത്ര ശാഖയാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഏത് മനഃശാസ്ത്ര ശാഖയിൽ വരുന്നതാണ്? അടുത്ത ക്വസ്റ്റ്യൻ: അന്തർദൃഷ്ടി സിദ്ധാന്തം, പ്രശ്നപരിഹാര മാർഗങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ സംഭാവനയാണ്? അന്തർദൃഷ്ടി സിദ്ധാന്തം, പ്രശ്നപരിഹാര മാർഗങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ സംഭാവനയാണ്? അടുത്ത ക്വസ്റ്റ്യൻ: അറിവ് ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സാംശീകരിക്കുന്നത് എന്നുമുള്ള പഠനമാണ് ഡാഷ്. അറിവ് ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സാംശീകരിക്കുന്നത് എന്നുമുള്ള പഠനമാണ് ഡാഷ് എന്ന് പറയുന്നത്. അടുത്തതാണ്: ബോധം, ഉപബോധം, അബോധം എന്നീ 3 മണ്ഡലങ്ങളിലുള്ള ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനസ്സ് എന്ന് പ്രസ്താവിച്ചത് ആര്? ബോധം, ഉപബോധം, അബോധം എന്നീ 3 മണ്ഡലങ്ങളിലുള്ള ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനസ്സ് എന്ന് പ്രസ്താവിച്ചത് ആര്? സമഗ്ര രൂപം, സാകല്യ രൂപം എന്നർത്ഥം വരുന്ന മനഃശാസ്ത്ര ചിന്താധാര. സമഗ്ര രൂപം, സാകല്യ രൂപം എന്നർത്ഥം വരുന്ന മനഃശാസ്ത്ര ചിന്താധാര ഏതാണ് എന്നാണ്. അടുത്തത്: നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് പഠിക്കേണ്ടത്. ഏത് ചിന്താധാരയുടെ ഭാഗമാണ് ഈ പ്രസ്താവന? നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് പഠിക്കേണ്ടത്. ഏത് ചിന്താധാരയുടെ ഭാഗമാണ് ഈ പ്രസ്താവന? നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് പഠിക്കേണ്ടത്. ഏത് ചിന്താധാരയുടെ ഭാഗമാണ് ഈ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഓർമ്മിക്കൽ, യുക്തിചിന്ത, അപഗ്രഥനാത്മക ചിന്ത, പ്രശ്നപരിഹരണ ചിന്ത, ശ്രദ്ധ എന്നീ മാനസിക പ്രക്രിയകൾക്ക് ഊന്നൽ നൽകുന്ന ചിന്താധാരയാണ് ഡാഷ്.
എന്താണ്? ഓർമ്മിക്കൽ, യുക്തിചിന്ത, അപഗ്രഥനാത്മക ചിന്ത, പ്രശ്നപരിഹരണ ചിന്ത, ശ്രദ്ധ എന്നീ മാനസിക പ്രക്രിയകൾക്ക് ഊന്നൽ നൽകുന്ന ചിന്താധാരയാണ് ഡാഷ്. അടുത്തത്, ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കാണുന്ന സമീപനമാണ് ഡാഷ്. എന്താണ്? ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കാണുന്ന സമീപനമാണ് ഡാഷ് എന്ന് പറയുന്നത്. ഓർത്തുത്തരവ് എഴുതണേ. അടുത്തതാണ്, ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ അധിഷ്ഠിതമാണ് ഡാഷ്. എന്താണ്? ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ അധിഷ്ഠിതമാണ് ഡാഷ് എന്ന് പറയുന്നത്. അടുത്തതാണ്, സ്വഭാവ പഠനത്തിന്റെ ആദ്യകാല രീതി ഏതാണ്? സ്വഭാവ പഠനത്തിന്റെ ആദ്യകാല രീതി ഏതാണ്? ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? സ്വഭാവ പഠനത്തിന്റെ ആദ്യകാല രീതി ഏതാണ്? ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? അടുത്ത, നിരീക്ഷണം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നിരീക്ഷണം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി തന്നെ കുറിച്ച് സ്വയം നടത്തുന്ന ആന്തരിക പരിശോധനയാണ് ഡാഷ്. ഒരു വ്യക്തി തന്നെ കുറിച്ച് സ്വയം നടത്തുന്ന ആന്തരിക പരിശോധനയാണ് ഡാഷ്. അടുത്തത്, സർവേയിൽ പഠനവിധേയമാക്കുന്ന ഘടകങ്ങൾ ഏത് രൂപത്തിലായിരിക്കും? സർവേയിൽ പഠനവിധേയമാകുന്ന ഘടകങ്ങൾ ഏത് രൂപത്തിൽ ആയിരിക്കും? അടുത്ത ക്വസ്റ്റ്യൻ, പഠനബോധന രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യവും വസ്തുനിഷ്ഠവുമായ രീതിയാണ് ഡാഷ്. പഠനബോധന രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യവും വസ്തുനിഷ്ഠവുമായ രീതിയാണ് ഡാഷ്. പഠനബോധന രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യവും വസ്തുനിഷ്ഠവുമായ രീതിയാണ് ഡാഷ് എന്ന് പറയുന്നത്. അടുത്തതാണ്, അപസമായോജിതനോ അംഗീകൃതമായ ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഡാഷ്. എന്താണ്? അപസമായോജിതനോ അംഗീകൃതമായ ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഡാഷ് എന്ന് പറയുന്നത്. അടുത്തതാണ്, ഒരു വ്യക്തിയുടെ വ്യവഹാര പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി. ഒരു വ്യക്തിയുടെ വ്യവഹാര പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഡാഷ്. ഒരു വ്യക്തിയുടെ വ്യവഹാര പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഡാഷ്. ചികിത്സാ രീതിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഡാഷ്. ചികിത്സാ രീതിയുടെ മറ്റൊരു പേരാണ് ഡാഷ്. എഴുതുന്നുണ്ടല്ലോ അല്ലെ മക്കളെ? അടുത്തത്, സർവേയിലൂടെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. സർവേയിലൂടെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഒരു ചോദക ചരവും അതിന്റെ പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന രീതിയാണ്. ഒരു ചോദക ചരവും അതിന്റെ പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന രീതിയാണ് ഡാഷ്. അടുത്തത്, പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം ആരുടെ? പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം ആരുടെ? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഗ്രന്ഥം ആരുടെ? സെലക്റ്റഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന ഗ്രന്ഥം ആരുടെ? അടുത്തതാണ്, സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ആരുടെ? സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ആരുടെ? 1879 ജർമ്മനിയിലെ ലീപ്സിഗ് നഗരത്തിൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആര്? 1879 ജർമ്മനിയിലെ ലീപ്സിഗ് നഗരത്തിൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ്? അടുത്തത്,
പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം ആരുടെ? പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം ആരുടെ? അടുത്തതാണ് ബിഹേവിയറിസം എന്ന സ്കൂൾ ആരംഭിച്ചത് എവിടെ, അല്ലെങ്കിൽ ആരംഭിച്ചത് ആര്? ബിഹേവിയറിസം എന്ന സ്കൂൾ ആരംഭിച്ചത് ആര്? അടുത്ത ക്വസ്റ്റ്യൻ, വില്യം വൂണ്ടിന്റെ കാലഘട്ടം ഏതാണ്? വില്യം വൂണ്ടിന്റെ കാലഘട്ടം ഏതാണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ആത്മപരിശോധനാ രീതി ആവിഷ്കരിച്ചത് ആര്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ആത്മപരിശോധനാ രീതി ആവിഷ്കരിച്ചത് ആര്? ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? അടുത്തത്, ശിശുവിന്റെ ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്ന പദം. ശിശുവിന്റെ ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്ന പദമാണ് ഡാഷ്. ശിശുവിന്റെ ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്ന പദമാണ് ഡാഷ്. ഇനി അടുത്തതാണ്, വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ ഡാഷ് എന്ന് പറയാം. വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന പദമാണ് ഡാഷ് എന്ന് പറയുന്നു. അടുത്തതാണ്, ഗ്രിഗർ മെന്റലിന്റെ പാരമ്പര്യ നിയമങ്ങളിൽ ഏറ്റവും അധികം അംഗീകാരം ലഭിച്ച പാരമ്പര്യ നിയമം ഏതാണ്? ഗ്രിഗർ മെന്റലിന്റെ പാരമ്പര്യ നിയമങ്ങളിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട പാരമ്പര്യ നിയമം ഏതാണ്? ഒരു വ്യക്തിയുടെ വികാസ പരിണാമങ്ങളെ സ്വാധീനിക്കുന്ന രണ്ട് സുപ്രധാന ഘടകങ്ങളാണ്. ഒരു വ്യക്തിയുടെ വികാസ പരിണാമങ്ങളെ സ്വാധീനിക്കുന്ന രണ്ട് സുപ്രധാന ഘടകങ്ങളാണ് ഡാഷ്. അടുത്തതാണ്, ഒരു വ്യക്തിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ. ഒരു വ്യക്തിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന രണ്ടെണ്ണമില്ല, 4 പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? അടുത്തത്, പിതൃക്കളിൽ നിന്നും നേടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളുടെയും ആകത്തുകയാണ്. പിതൃക്കളിൽ നിന്നും നേടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളുടെയും ആകത്തുകയെ ഡാഷ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 3 വർഷം അറിയപ്പെടുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 3 വർഷം അറിയപ്പെടുന്നത് എന്താണ്? ആദ്യകാല ബാല്യം അറിയപ്പെടുന്ന പേര്. ആദ്യകാല ബാല്യം അറിയപ്പെടുന്ന പേര് എന്താണ്? അടുത്തതാണ്, ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വ്യവഹാര മേഖല ഏതാണ്? ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വ്യവഹാര മേഖല. ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വ്യവഹാര മേഖല ഏതാണ്? ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വ്യവഹാര മേഖല ഏതാണ്? അടുത്തത്, പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേര്. പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേരെന്താണ്? പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേര് എന്താണ്? അടുത്തതാണ്, കൗമാര കാലഘട്ടം അറിയപ്പെടുന്നത്. കൗമാര കാലഘട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അടുത്തത്, ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടം. ജീവിത കാലഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടം ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ, പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ശിശുവിന്റെ ആദ്യ സുഹൃത്തും സാമൂഹികവത്കരണ സഹായിയും ആരാണ്? ശിശുവിന്റെ ആദ്യ സുഹൃത്ത് സാമൂഹ്യവത്കരണ സഹായി ആരാണ്? ശൈശവത്തിന്റെ തുടക്കത്തിൽ വികാര പ്രകടനത്തിനായി ശിശു ഉപയോഗിക്കുന്ന മാർഗമാണ് ഡാഷ്. ശൈശവത്തിന്റെ തുടക്കത്തിൽ വികാര പ്രകടനങ്ങൾക്ക് വേണ്ടി ശിശു ഉപയോഗിക്കുന്ന മാർഗമാണ് ഡാഷ് എന്ന് പറയുന്നത്. കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം. ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം. ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഡാഷ് എന്ന് പറയുന്നത്. അടുത്തത്, ആദ്യകാല ബാല്യം ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? ആദ്യകാല ബാല്യം എന്ന് പറയുന്നത് ഏതു വയസ്സ് മുതൽ ഏതു വയസ്സ് വരെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, സംഘബന്ധ പൂർവകാലം എന്നറിയപ്പെടുന്ന വികസന ഘട്ടം. സംഘബന്ധ പൂർവകാലം എന്നറിയപ്പെടുന്ന വികസന ഘട്ടം ഏതാണ്? ആദ്യകാല ബാല്യത്തിലെ പ്രാഥമിക തീവ്ര വികാരം ഏതാണ്? അങ്ങനെ 61 ക്വസ്റ്റ്യൻസ് ആണ്
നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. 61 ക്വസ്റ്റ്യന്റെ റിവിഷൻ എക്സാം ആണ് ഇവിടെ നടക്കുന്നത്. എക്സാമിന്റെ എഴുതി കഴിഞ്ഞ് ഉത്തരമെല്ലാം എഴുതിയെന്ന് വിചാരിക്കുന്ന, അല്ലെ പോസ് ചെയ്ത് എഴുതുക. നമുക്കിനി ഇവിടുന്ന് ബാക്കിലേക്ക് പോകാം, അല്ലെ ഇനി ഞാൻ ഫ്രണ്ടിലേക്ക് പോയി ഒരുപാട് ബാക്കിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇവിടുന്ന് നമുക്ക് എങ്ങോട്ട് പോകാം? മുന്നോട്ട് പോകാം. അപ്പൊ 61ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യകാല ബാല്യത്തിലെ പ്രാഥമിക തീവ്ര വികാരം ആത്മരതിയാണ്, സ്വയമുള്ള സ്നേഹമാണ്. അത് ആത്മരതിയുടെ ഘട്ടം എന്നാണ്. ആത്മരതിയുടെ ഘട്ടം. സംഘബന്ധ പൂർവ്വകാലം എന്നറിയപ്പെടുന്ന വികസന ഘട്ടം. സംഘബന്ധ പൂർവ്വകാലം എന്നറിയപ്പെടുന്നത് ആദ്യകാല ബാല്യം. ശരി ഉത്തരമാണ്, ശരിയിടണേ. ആദ്യകാല ബാല്യം. അടുത്തതാണ്, ആദ്യകാല ബാല്യം ഏതു വയസ്സ് മുതൽ ഏതു വയസ്സ് വരെ? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. ശരിയാണെങ്കിൽ ഉത്തരമിടുക. ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് അമ്മയുടെ ആരോഗ്യം, ആഹാരം, മാനസികാവസ്ഥ. സെറ്റല്ലേ? അമ്മയുടെ ആഹാരം, ആരോഗ്യം, മാനസികാവസ്ഥ. അടുത്തത്, കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് ആദ്യകാല ബാല്യം. കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നതാണ് ആദ്യകാല ബാല്യം. ശൈശവത്തിന്റെ തുടക്കത്തിൽ വികാര പ്രകടനത്തിനായി ശിശു ഉപയോഗിക്കുന്ന മാർഗമാണ് കരച്ചിൽ. ശരിയാണ്, ഉത്തരം ഇട്ടോളൂ കേട്ടോ, കരച്ചിൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശിശുവിന്റെ ആദ്യത്തെ സുഹൃത്തും സാമൂഹ്യവത്കരണ സഹായിയും അമ്മ. അടുത്തത്, പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം. അടുത്തതാണ്, ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടമാണ് പ്രായപൂർത്തി. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ ഘട്ടമാണ് പ്രായപൂർത്തി. കൗമാര കാലഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? ഏജ് ഓഫ് ട്രാൻസിഷൻ, പരിവർത്തനത്തിന്റെ കാലഘട്ടം. ശരിയാണെങ്കിൽ ഉത്തരവിടുക കേട്ടോ. അടുത്തത്, പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേര്? പൊരുത്തപ്പെടലിന്റെ കാലം, അല്ലെ സംഘബന്ധ കാലഘട്ടം. സംഘബന്ധ കാലഘട്ടം എന്നാണ്. അടുത്തത്, ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വ്യവഹാര മേഖല കുടുംബം. ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വ്യവഹാര മേഖല കുടുംബം. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യകാല ബാല്യം അറിയപ്പെടുന്ന പേര്. ആദ്യകാല ബാല്യം അറിയപ്പെടുന്ന പേര് എന്താണ്? കളിപ്പാട്ടങ്ങളുടെ കാലം, വിദ്യാലയ പൂർവ്വഘട്ടം. ഇതിൽ ഏത് ഉത്തരം എഴുതിയാലും ശരിയാട്ടോ മക്കളെ. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാലും 1 മാർക്ക് കൊടുത്തോളൂ കേട്ടോ. വിദ്യാലയ പൂർവ്വഘട്ടം, സംഘബന്ധ പൂർവ്വകാലം, പ്രശ്നകാലഘട്ടം. അടുത്തത്, ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 3 വർഷം അറിയപ്പെടുന്നത് ശൈശവം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പിതൃക്കളിൽ നിന്നും നേടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളുടെയും ആകത്തുകയാണ് പാരമ്പര്യം. ഇത് പായാണ്, പാരമ്പര്യം. ഒരു വ്യക്തിയുടെ വികാസത്തെ സ്വാധീനിക്കുന്നതാണ് 1 പാരമ്പര്യം, 2 പരിസ്ഥിതി. ഇത് മുഴുവൻ എഴുതിയാലേ 1 മാർക്ക് കൊടുക്കാവുള്ളൂ. 3 പഠനം, അല്ലെ മാർക്ക് വീതം കൊടുക്കുക കേട്ടോ. 4 പരിപക്വത. പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത, 4 ഘടകങ്ങൾ. അടുത്തതാണ്, ഒരു വ്യക്തിയുടെ വികാസ പരിണാമങ്ങളെ സ്വാധീനിക്കുന്ന 2 സുപ്രധാന ഘടകമാണ് 1 പാരമ്പര്യം, 2 പരിസ്ഥിതി. അടുത്തത്, ഗ്രിഗർ മെന്റലിന്റെ പാരമ്പര്യ നിയമങ്ങളിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട നിയമമാണ് പ്രത്യാവർത്തന നിയമം. ശരിയാണെങ്കിൽ മാർക്ക് ഇട്ടുള്ളൂ. പ്രത്യാവർത്തന നിയമം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന പദം. വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന പദമാണ് വികാസം. അടുത്തത്, ശിശുവിന്റെ ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്ന പദമാണ് വളർച്ച. അടുത്തത്, ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് കൊഹ്ലർ. ദെൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ആത്മപരിശോധനാ രീതി ആവിഷ്കരിച്ചത് വില്യം വൂണ്ട്.
വില്യം വൂണ്ടിന്റെ കാലഘട്ടം ഏതാണ്? 19-ാം നൂറ്റാണ്ട്. അടുത്തത് ബിഹേവിയറിസം എന്ന സ്കൂൾ ആരംഭിച്ചത്? JB വാട്സൺ. പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം ആരുടെ? സ്കിന്നർ. അടുത്തത് 1879 ജർമ്മനിയിലെ ലീപ്സിക് നഗരത്തിൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആര്? വില്യം വൂണ്ട്. സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ആരുടെ? വൈഗോട്സ്കി. സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ആരുടെ? വൈഗോട്സ്കി. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ടഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന ഗ്രന്ഥം ആരുടെ? സെലക്ടഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന ഗ്രന്ഥം ആരുടെ? വൈഗോട്സ്കി. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഗ്രന്ഥം ഡാനിയൽ ഗോൾമാൻ. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം ആരുടെ? വില്യം ജെയിംസ്. ശരിയാണെങ്കിൽ മാർക്ക് ഇട്ടോണേ. അടുത്തത്, ഒരു ചോദക ചരവും അതിന്റെ പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠന രീതിയാണ് പരീക്ഷണ രീതി. സർവേയിലൂടെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ദത്തങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ചികിത്സാ രീതിക്ക് പറയുന്ന മറ്റൊരു പേരാണ് കേസ് സ്റ്റഡി അഥവാ കേസ് ഹിസ്റ്ററി. ഒരു വ്യക്തിയുടെ വ്യവഹാര പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയാണ് നിരീക്ഷണ രീതി. അടുത്തത്, അപസമായോജിതനോ അംഗീകൃതമായ ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ചികിത്സാ രീതി. അടുത്തത്, പഠന ബോധന രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യവും വസ്തുനിഷ്ഠവുമായ രീതിയാണ് പരീക്ഷണ രീതി. അടുത്തത്, സർവേയിൽ പഠന വിധേയമാക്കുന്ന ഘടകങ്ങൾ ഏത് രൂപത്തിലായിരിക്കും? ചോദ്യാവലിയുടെ രൂപത്തിൽ. ഒരു വ്യക്തി തന്നെക്കുറിച്ച് സ്വയം നടത്തുന്ന ആന്തരിക പരിശോധനയാണ് ആത്മപരിശോധനാ രീതി. അടുത്തതാണ്, നിരീക്ഷണം എന്ന പദത്തിന്റെ അർത്ഥം വെളിയിലേക്ക് നോക്കുക. ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ആത്മപരിശോധനാ രീതി. സ്വഭാവ പഠനത്തിന്റെ ആദ്യകാല രീതിയാണ് നിരീക്ഷണ രീതി. ശരിയാവുന്നുണ്ടല്ലോ അല്ലേ? നോക്കി എഴുതരുത് കേട്ടോ, ചീറ്റ് ചെയ്യരുത്. മാർക്ക് എത്ര കിട്ടിയെന്ന് അറിയണം എനിക്ക്. അടുത്തത്, ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ അധിഷ്ഠിതമാണ് മനോവിശ്ലേഷണ സമീപനം. അടുത്തതാണ്, ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കാണുന്ന സമീപനമാണ് മാനവികതാവാദം. ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുള്ള ഒരു സാമൂഹിക മാനുഷിക ജീവിയായി മനുഷ്യനെ കാണുന്ന സമീപനമാണ് മാനവികതാവാദം. അടുത്തത്, ഓർമ്മിക്കൽ, യുക്തിചിന്ത, അപഗ്രഥനാത്മക ചിന്ത, പ്രശ്നപരിഹരണ ചിന്ത, ശ്രദ്ധ എന്നീ മാനസിക പ്രക്രിയകൾക്ക് ഊന്നൽ നൽകുന്ന ചിന്താധാര. ഓർമ്മിക്കൽ, യുക്തിചിന്ത, അപഗ്രഥനാത്മക ചിന്ത, പ്രശ്നപരിഹരണ ചിന്ത എന്നീ മാനസിക പ്രക്രിയകൾക്ക് ഊന്നൽ നൽകുന്ന ചിന്താധാരയാണ് ഏത്? വൈജ്ഞാനികവാദം. അടുത്തത്, നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് പഠിക്കേണ്ടത്. ഏത് ചിന്താധാരയുടെ ഭാഗമാണ് ഈ പ്രസ്താവന? വ്യവഹാരവാദം. അടുത്തത്,
സമഗ്ര രൂപം, സാകല്യ രൂപം എന്ന അർത്ഥം വരുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ജസ്റ്റാൾട്ട് തിയറി. അടുത്തത് ബോധം, ഉപബോധം, അബോധം എന്നീ മണ്ഡലങ്ങളിലുള്ള ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനസ്സ് എന്ന് പ്രസ്താവിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അടുത്തത് അറിവ് ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സംശീകരിക്കുന്നത് എന്നുമുള്ള പഠനമാണ് വൈജ്ഞാനികവാദം. അടുത്തത് അന്തർദൃഷ്ടി സിദ്ധാന്തം, പ്രശ്നപരിഹാര മാർഗങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ ഭാഗമാണ്? അന്തർദൃഷ്ടി സിദ്ധാന്തം, പ്രശ്നപരിഹാര മാർഗങ്ങൾ, ജസ്റ്റാൾട്ട് തിയറി, സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ട് തിയറിയുടെ ഭാഗമാണ്. പഠിച്ചു വയ്ക്കുക. അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു ഡാഷ് മനഃശാസ്ത്ര ശാഖയാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു പ്രയുക്ത മനഃശാസ്ത്ര ശാഖയാണ് അഥവാ അപ്ലൈഡ് സൈക്കോളജി. പ്രയുക്ത മനഃശാസ്ത്രം എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. സംവേദനത്തിന് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര വിഭാഗമാണ് ഘടനാവാദം. അടുത്തത് ഘടനാവാദത്തിന്റെ മറ്റൊരു പേരാണ് സംരചനാത്മക മനഃശാസ്ത്രം. മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വാട്സൺ. അടുത്തത് 21ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഏറ്റവും പുതിയ സമീപനമാണ് മാനവികതാവാദം. നാഡീവ്യവസ്ഥയുടെ സ്വഭാവം ആശ്രയിച്ചാണ് മനുഷ്യരുടെ ചിന്താ, വികാരം എന്നിവ ഉണ്ടാകുന്നത്. ഈ സമീപനത്തിന് അടിസ്ഥാനമാണ് ന്യൂറോബയോളജിക്കൽ സമീപനം. നാഡീവ്യവസ്ഥയുടെ സ്വഭാവം ആശ്രയിച്ചാണ് മനുഷ്യരുടെ ചിന്താ, വികാരം എന്നിവ ഉണ്ടാകുന്ന ഈ സമീപനത്തിന് ആധാരമാണ് ന്യൂറോബയോളജിക്കൽ സമീപനം. അടുത്തതാണ് കൊഗ്നിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൊഗ്നിഷൻ എന്ന വാക്കിന്റെ അർത്ഥം അറിവ് പാകപ്പെടുത്തുക, അല്ലെ വിവരങ്ങൾ പാകപ്പെടുത്തുക. മാനസിക അപഗ്രഥനത്തിന്റെ മറ്റൊരു പേരാണ് മനോവിശ്ലേഷണം. മാനസിക അപഗ്രഥനത്തിന് മറ്റൊരു പേരാണ് മനോവിശ്ലേഷണം. അടുത്തതാണ് മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്തത് ആര്? മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ്. സമഗ്രതാ മനഃശാസ്ത്രം ജർമ്മനിയിൽ രൂപം കൊണ്ട വർഷം. സമഗ്രതാ മനഃശാസ്ത്രം ജർമ്മനിയിൽ രൂപം കൊണ്ടത് 1912. അടുത്തത് പ്രക്രിയാത്മക മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വില്യം ജെയിംസ്. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ആരുടെ വാക്കുകൾ? സ്കിന്നർ. അപ്പൊ ഏകദേശം 61 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 61 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഉത്തരം നിങ്ങൾ എഴുതി, ഉത്തരം വീണ്ടും ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിൽ ഏതൊക്കെയാണോ ശരി, ആ ശരി കാൽക്കുലേറ്റ് ചെയ്യുക. 61 എണ്ണത്തിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും 61 കിട്ടട്ടെ, അല്ലെ 60 കിട്ടട്ടെ. നല്ല മാർക്ക് സ്കോർ ചെയ്യുക, പഠിക്കുക. മാക്സിമം എന്താണ് ബുക്കുകളിൽ നിന്നൊക്കെ എടുക്കുന്ന പോയിന്റുകളെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തരുന്നത്. അത് സൈക്കോളജി മാത്രമല്ല, എല്ലാ വിഷയങ്ങളും തരും. ഇപ്പൊ കുറച്ച് ടൈറ്റ് വർക്ക് ആയതുകൊണ്ടാണ് സൈക്കോളജിയെ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. SCERT ടെക്സ്റ്റുകളുടെ ഇതുപോലുള്ള ഒരു സീരീസ് നമുക്ക് ആരംഭിക്കാം, ചലഞ്ച് പോലെ തന്നെ. അപ്പോൾ സപ്പോർട്ട് തരിക, നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.